1728 മുതൽ 1765 വരെ മലങ്കര സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മലങ്കര മെത്രാപ്പൊലീത്തയായി മലങ്കര സഭയെ ഭരിച്ച ഭാഗ്യവാനായ മെത്രാപ്പൊലീത്തയാണ് മാർത്തോമ അഞ്ചാമൻ. അദ്ദേഹം പൗലോമറ്റം കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. അഞ്ചാം മാർത്തോമ 1765 മേടമാസം 27-ാം തീയതി നിരണത്ത് വെച്ച് കാലം ചെയ്തു. നിരണം പള്ളിയുടെ മദ്ബഹായുടെ വടക്കു ഭാഗത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്തു. സ്വന്തം സഭയുടെ ജാതിയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1751 മുതൽ അഞ്ചാം മാർത്തോമ സമരം നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതുന്ന മലങ്കര സഭാംഗങ്ങളായ പലരും പറയുന്നത്. നല്ലൊരു യോദ്ധാവ് എന്ന നിലയിൽ, നട്ടലുള്ള ഒരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഭരണമേൽക്കുന്നതിന് ആളില്ലാതെ വന്നാലുണ്ടാകുന്ന ഫലം എന്തായിരിക്കുമെന്ന് നിശ്ചയമുണ്ടായിരുന്ന മാർത്തോമ അഞ്ചാമൻ തൻ്റെ അനന്തരവനെ 1761 മാർത്തോമ ആറാമൻ എന്ന സ്ഥാനനാമത്തിൽ മെത്രാനായി അഭിഷേകം ചെയ്തു. അദ്ദേഹമാണ് മാർ ദിവന്നാസ്യോസ് ഒന്നാമൻ, വലിയ മാർ ദിവന്നാസ്യോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുത്തങ്കാവിൽ ഖബറടങ്ങിയിരിക്കുന്ന മാർത്തോമ ആറാമൻ അല്ലെങ്കിൽ ദിവന്നാസ്യോസ് ഒന്നാമൻ മെത്രാപ്പൊലീത്ത. ഭരണകാര്യങ്ങളിൽ കാരണവരുടെ സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആറാം മാർത്തോമ ഭരണകാര്യങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച അഞ്ചാം മാർത്തോമ സ്വീകരിച്ച നിലപാട് തന്നെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, അതേ സമയത്ത് തന്നെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നാലാവതെല്ലാം ചെയ്തിട്ടുള്ള ഒരു നല്ല യോദ്ധാവായി, അഭിമാനമുള്ള യോദ്ധാവായി, സഭയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നയാളായി, സഭയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നയാളായി, എല്ലാവരോടും സൗമ്യതയിൽ പെരുമാറുകയും സഭാംഗങ്ങളുടെ സ്നേഹവിശ്വാസ ആദരവുകൾ നേടിയെടുക്കുകയും ചെയ്യുവാൻ മാർത്തോമ അഞ്ചാമന് സാധിച്ചിട്ടുണ്ട്. 1728 മുതൽ 1765 വരെയുള്ള കാലഘട്ടം, ഏകദേശം 40 വർഷക്കാലം മലങ്കര സഭയുടെ നേതാവായി, മലങ്കര മെത്രാപ്പൊലീത്തയായി ഭരണം നടത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാഴ്ചയുടെ കാലത്ത് സംഭവബഹുലമായ പല കാര്യങ്ങളും നടക്കുന്നു. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന സമയത്താണ്, അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ആളിൻ്റെ സമയത്ത് തന്നെ വന്നിട്ടുള്ള ഗബ്രിയേൽ എന്ന് പറയുന്ന നെസ്തോറിയൻ മെത്രാൻ മലങ്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയതിനു ശേഷമാണ് പരിശുദ്ധ ബസേലിയോസ് സക്രള്ള ബാവ തിരുമേനി, കണ്ടനാട് കബറടങ്ങിയിരിക്കുന്ന ബസേലിയോസ് സക്രള്ള ബാവ ഇവിടെ എഴുന്നള്ളി വരുന്നതും മലങ്കര സഭയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നിട്ടുള്ളതും. മാർത്തോമ അഞ്ചാമൻ്റെ ഭരണകാലത്താണ് മാർ ഈവാനിയോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത ഇവിടെ ഉണ്ടായിരുന്നത്. സക്രള്ള ബാവയോടൊപ്പം വന്നയാളാണ് ചെങ്ങന്നൂരിൽ കബറടങ്ങിയിരിക്കുന്ന യൂഹാനോൻ മാർ ഈവാനിയോസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹമാണ് അന്ത്യോക്യൻ സഭയുടെ പാരമ്പര്യങ്ങൾ, വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ, വിശ്വാസ സംബന്ധിച്ചുള്ളതും ആരാധന സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ വ്യാപകമായി മലങ്കരയിൽ പ്രചരിപ്പിക്കുവാൻ ഇടയായ പിതാവാണ് മാർ ഈവാനിയോസ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന വേറൊരു മെത്രാപ്പൊലീത്തായും ഇക്കാലഘട്ടത്തിൽ തന്നെ മലങ്കരയിൽ ആഗതരായി. ഈ മാർത്തോമ അഞ്ചാമൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പഠിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് 2, 3, 4, 5 കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനു മുമ്പേ അദ്ദേഹത്തിന് ഭരണമേൽക്കുന്നതിന് മുമ്പുള്ളതായ ഒരു ചരിത്ര പശ്ചാത്തലം അല്പമൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 1-2 വാചകത്തിൽ ഞാനതൊന്ന് പറയാം. കൂനംകുരിശ് സത്യം നടന്നു. അത് കഴിഞ്ഞ് മാർത്തോമ ഒന്നാമൻ മുതൽ 4-ാമൻ വരെ മലങ്കര മെത്രാപ്പൊലീത്തന്മാരായി സഭയെ ഭരിക്കുന്നുണ്ട്. കൂനംകുരിശ് സത്യം ചെയ്യുമ്പോൾ സഭ രണ്ടായിട്ട് പിരിയുക. ഒരു വിഭാഗം റോമൻ കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിലേക്ക് വരുന്നു, വേറൊരു വിഭാഗം സ്വതന്ത്രമായി നിൽക്കുന്നു. 1665 മുതൽ ആ സഭാവിഭാഗം അന്ത്യോക്യൻ സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. 1665 യെരുശലേമിലെ ഗ്രിഗോറിയോസ് മലങ്കരയിൽ വന്നു. അദ്ദേഹം 3-4 വർഷം ഇവിടെ താമസിച്ച് 1760 ആ കാലഘട്ടത്തോടനുസരിച്ച് മാർത്തോമ ഒന്നാമനോടും മാർത്തോമ രണ്ടാമനോടും ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അത് കഴിയുന്നുണ്ടെ 1685 കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവായും
മാർ ഈവാനിയോസ് ഹിദായത്തുള്ള എന്ന് പറയുന്ന മെത്രാപ്പൊലീത്തായി മലങ്കരയിൽ ആഗതരാകുന്നു. എൽദോ ബാവ അധികം താമസിക്കാതെ 10-12 ദിവസത്തിനകം അദ്ദേഹം കാലം ചെയ്ത് കോതമംഗലം ചെറിയ പള്ളിയിൽ അടക്കം ചെയ്തു. 1693 കാലം ചെയ്യുന്നത് വരെ, അതായത് ഏകദേശം ഒരു 7-8 വർഷക്കാലം ഈവാനിയോസ് ഹിദായത്തുള്ള എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത മലങ്കരയിൽ പ്രവർത്തിച്ചു. അദ്ദേഹമാണ് ഈ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇവിടെ വ്യാപകമായി പ്രവർത്തിക്കുവാൻ പരിശ്രമിച്ചിട്ടുള്ള ആദ്യത്തെ മെത്രാപ്പൊലീത്ത. അദ്ദേഹം ചെങ്ങന്നൂരിൽ ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി. തെക്കൻ പ്രദേശത്തെ പള്ളികളിലെല്ലാം അദ്ദേഹം കുറേയധികം പള്ളികളിൽ നടന്ന് ഈ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പിതാക്കന്മാരുടെ പ്രവർത്തനം മൂലം, പ്രത്യേകിച്ച് ഇവിടെ 7-8 വർഷം പ്രവർത്തിച്ച ഹിദായത്തുള്ള മെത്രാപ്പൊലീത്തായുടെയും അതിനു മുമ്പ് വന്ന ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായുടെയും അതിനു മുമ്പ് അതിൻ്റെ ഒപ്പം വന്നിരുന്നതായ നമ്മുടെ എൽദോമാർ ബസേലിയോസ് ബാവയുടെയും ഒക്കെ കാലം കൊണ്ട് മലങ്കര സഭയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു വിശ്വാസപരമായ കാര്യങ്ങളിൽ. ആ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദയംപേരൂർ സുന്നഹദോസ് കൂടുന്ന കാലത്ത് പോർട്ടുഗീസുകാർ ഇവിടെ വന്നപ്പോൾ മലങ്കരയിൽ നിലവിലുണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങളും ആരാധനാരീതികളും എല്ലാം മാറ്റിയിട്ട് അത് ലത്തീൻ ആക്കി തീർക്കാനായിട്ട് റോമൻ കത്തോലിക്കർ ശ്രമിച്ചു. അതിൻ്റെ ഒരു പാരമ്യമാണ് 1599 ഉദയംപേരൂർ സുന്നഹദോസിൽ നടക്കുന്നത്. പക്ഷേ അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാകും, അതിനോട് എതിർപ്പുണ്ടാകും. ആ എതിർപ്പിൻ്റെ പാരമ്യമാണ് 1653 കൂനൻകുരിശ് സത്യത്തിൽ ഉണ്ടാകുന്നത്. ആ കൂനൻകുരിശ് സത്യം ചെയ്യുമ്പോൾ, അതായത് ഏകദേശം ഒരു 100 വർഷക്കാലം 1599 മുതൽ 63 വരെയുള്ളതായ 1653 വരെയുള്ളതായ ഒരു കാലഘട്ടമുണ്ട്. അതിനു മുമ്പ് തന്നെ റോമൻ കത്തോലിക്ക ആചാരാനുഷ്ഠാനങ്ങൾ പലതും മലങ്കര സഭയിലെ മിക്കവാറും ഇടവകളിൽ പ്രായോഗത്തിൽ വന്നിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറണം. ഈ റോമൻ കത്തോലിക്ക സഭയുടെ പാശ്ചാത്യ ആരാധനാ രീതി അല്ല മലങ്കര സഭയുടെ പുരാതന ആരാധന രീതി എന്ന് മലങ്കര സഭാ മക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ പോർട്ടുഗീസുകാർ കൊണ്ടുവന്നു, റോമൻ കത്തോലിക്കർ അത് അടിച്ചേൽപ്പിച്ചു. ആ ഒരു ആരാധനയിലും പാരമ്പര്യത്തിലും ഒക്കെ നിൽക്കുക. നോമ്പനുഷ്ഠാനത്തിലാണെങ്കിലും മറ്റുള്ളതായ കൂദാശ അനുഷ്ഠാനങ്ങളിലാണെങ്കിലും പള്ളികളിലെ ആരാധനാ ക്രമങ്ങളിലാണെങ്കിലും ഒക്കെ റോമൻ കത്തോലിക്ക ആരാധനാ രീതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാറണം. അന്ത്യോക്യൻ സുറിയാനി സഭാപിതാക്കന്മാർ ഇവിടെ വന്നപ്പോൾ അവരുടെ ആരാധനാ രീതികൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത് റെസിസ്റ്റൻസ് ഉണ്ടാക്കി. കാരണം ഇവർ പരിചരിച്ചിരിക്കുന്ന 100 വർഷം പരിചരിച്ചിരിക്കുന്ന ഒരു രീതിയിൽ നിന്നും മാറുക എന്നുള്ളത് പ്രയാസമായിരുന്നു. അങ്ങനെയാണ് മാർത്തോമ 1 മുതൽ 2, 3, 4 വരെയുള്ള പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് മലങ്കര സഭയിൽ പ്രചരിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിച്ചതും പ്രവർത്തിച്ചവരുമായ പിതാക്കന്മാരൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അതിനേക്കാൾ ഉപരി കിഴക്കൻ സുറിയാനി സഭയുടെ, അതായത് കൽദായ സഭയുടെ വിശ്വാസം നെസ്തോറിയൻ വേദവിപരീതമാണ് എന്നുള്ള ഒരു ചിന്തയും, അതായത് ഉദയംപേരൂർ സുന്നഹദോസിന് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നെസ്തോറിയൻ വേദവിപരീതമാണ്, ആ വിശ്വാസം നെസ്തോറിയനാണ്, ആ ഒരു ധാരണയും മലങ്കര സഭാമക്കൾക്കുണ്ടായിരുന്നു. അപ്പോൾ നെസ്തോറിയോസിനോടൊരു എതിർപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർത്തോമ 4 ഭരണകാലത്ത് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു നെസ്തോറിയൻ മെത്രാപ്പൊലീത്ത ഇവിടെ വന്നു. അദ്ദേഹം വന്നിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾക്കുണ്ട് ഈ പഴയ പൂർവ്വ ആചാരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. അതേപോലെ തന്നെ കുറേ ആളുകൾക്ക് മാർത്തോമ 4 എതിർപ്പുണ്ട്. അങ്ങനെ എതിർപ്പുള്ള ഒരു വിഭാഗം ഇവിടെ ഉള്ളപ്പോഴാണ് ഇവർ ഈ 1708 ഗബ്രിയേൽ ഇവിടെ വരുന്നത്. ആ ഗബ്രിയേൽ വരുന്ന അവസരത്തിൽ ഇവിടെ ഉള്ള ആളുകൾ മാർത്തോമ 4 ഭരണത്തിലിരിക്കുകയാണ്. മാർത്തോമ 4 ഭരണത്തിലിരിക്കുന്ന അവസരത്തിൽ ഈ ആളുകൾ ഈ ഗബ്രിയേലിനെ കാണാനായിട്ട് പോയി. കുറേ ആളുകൾ അദ്ദേഹത്തോട്, മാർത്തോമ 4 എതിർപ്പുണ്ടായിരുന്ന ആളുകൾ, അവർ ചെന്ന് കണ്ടിട്ട് കൊച്ചിയിൽ നിന്ന് അവരൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഗബ്രിയേലിനെ കണ്ടതിന് ശേഷം പറയുന്നത്, അയാൾ അപ്പനുമല്ല ചിറ്റപ്പനുമല്ല, പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിന് അയാളെ ഉപയോഗിക്കാം. അതായത് മാർത്തോമ 4 എതിർക്കാനായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഗബ്രിയേൽ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വടക്കൻ പ്രദേശങ്ങളിലെ കുറേ പള്ളികളിൽ ചെന്നു, തെക്കൻ പ്രദേശങ്ങളിലെ കുറേ പള്ളികളിൽ വന്നു. കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും കൊടുങ്ങല്ലൂരിലും ഒക്കെ അദ്ദേഹം ചെന്ന് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ ചെറിയ പള്ളിയോട് ചേർന്ന് അദ്ദേഹം ഇവിടെ താമസിച്ചു. കോട്ടയം ചെറിയ പള്ളിയിൽ വന്ന് താമസിക്കുന്നു. അപ്പോൾ ആ അടുത്ത പ്രദേശത്തുള്ളായിരുന്ന ആളുകൾ ഏകദേശം ഒരു 22ഓളം പള്ളികൾ നെസ്തോറിയോസിൻ്റെ
പിടിയിലേക്ക് പോകുന്നു. നെസ്തോറിയോസിൻ്റെ സഭാവിഭാഗത്തിൽപ്പെട്ട അല്ലെ കൽദായ സഭാവിഭാഗത്തിൽപ്പെട്ട നെസ്തോറിയൻ വിശ്വാസം പുലർത്തിയിരുന്ന ഗബ്രിയേലിനോട് ചേർന്നു. അപ്പം മാർത്തോമ നാലാമൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ നെസ്തോറിയൻ വിഭാഗത്തിലേക്ക് ആളുകൾ പോകുന്നത് തടയണം, റോമൻ കത്തോലിക്ക സഭാ വിഭാഗത്തിലേക്ക് പോകുന്ന ആളുകളെ തടയണം, സത്യവിശ്വാസത്തിൽ സഭയെ നിലനിർത്തുകയും വേണം. അങ്ങനെയൊക്കെ ഒരു അവസരത്തിലാണ് ഈ മാർത്തോമ നാലാമന് പട്ടം കൊടുക്കുന്നത് ഇവാനിയോസ് ഹിദായത്തുള്ള എന്ന് പറയുന്ന സഭാപിതാവ്. അദ്ദേഹം പട്ടം കൊടുക്കുന്നു. പട്ടം കൊടുത്തതിന് ശേഷം മാർത്തോമ നാലാമൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവസരത്തിലാണ് ഈ ഗബ്രിയേൽ വരുന്നത്. ഗബ്രിയേൽ വരുന്ന ഉടനെ അതിനോട് എതിർക്കാൻ തക്കവണ്ണം ഒരു വിശ്വാസങ്ങളൊക്കെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഇവിടെ അയക്കണമെന്ന് ഈ മാർത്തോമ നാലാമൻ അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ പേർക്ക് എഴുതുന്നുണ്ട്. 1709 1720 മാർത്തോമ നാലാമൻ പാത്രിയർക്കീസിൻ്റെ പേർക്ക് കത്തുകൾ അയക്കുന്നുണ്ട്. ഇതിനൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1728 അദ്ദേഹം കാലം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിൽ 1728 അദ്ദേഹം അനന്തരവനായിരുന്ന പകലോമറ്റം കുടുംബത്തിൽ തന്നെ പെട്ട മാർത്തോമ അഞ്ചാമനെ പിൻഗാമിയായിട്ട് വാഴിച്ചു. ആ മാർത്തോമ അഞ്ചാമൻ ഇവിടെ പിൻഗാമിയായിട്ട് വാഴ്ച ഏൽക്കുമ്പോഴും മാർത്തോമ അഞ്ചാമൻ്റെ ഭരണകാലത്ത് തന്നെ 1728 ഗബ്രിയേൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് കൂടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. 22ഓളം പള്ളികൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അപ്പോൾ മാർത്തോമ അഞ്ചാമൻ അഭിമുഖീകരിച്ച ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഗബ്രിയേലിനോട് കൂടെ പോയിരിക്കുന്ന ആളുകളെ പിടിച്ചു നിർത്തുക, അവരെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, റോമൻ കത്തോലിക്ക സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകളുണ്ട്, അവരെയും പിടിച്ചു നിർത്തുക. അതേപോലെ തന്നെ സഭയുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ സഭയിൽ ഉറപ്പിക്കുക. ഈ മാർത്തോമ അഞ്ചാമനും സ്ഥാനമേറ്റ് കഴിയുന്ന ഉടനെ തന്നെ മാർത്തോമ അഞ്ചാമൻ സ്ഥാനമേൽക്കുമ്പോൾ ഇവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുക. അദ്ദേഹം സ്ഥാനമേറ്റ് കഴിയുന്ന ഉടനെ തന്നെ മാർത്തോമ അഞ്ചാമൻ്റെ സ്ഥാനം ശരിയായിട്ടുള്ളതല്ല. അദ്ദേഹം സ്ഥാനമേറ്റിരിക്കുന്നത് അന്ത്യോക്യയിൽ നിന്ന് വന്ന പിതാക്കന്മാരിൽ നിന്നൊന്നുമല്ല, നാലാം മാർത്തോമായിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ, സഭയുടെ ഉള്ളിൽ തന്നെ പെട്ട കുറേ ആളുകളാണ്, അവർ ബ്രിട്ടീഷ് അന്നിവിടെ ഉണ്ടായിരുന്ന ഡച്ച് ഭരണാധികാരികളുടെ മേൽ അവരുടെ അടുത്ത് പരാതി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്ഥാനത്ത് സ്വീകരിക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചി രാജാവ് ഇക്കാര്യത്തിൽ ഇടപെട്ടു. അഞ്ചാം മാർത്തോമായുടെ അധികാരം സഭയിലെ ഒരു നല്ല വിഭാഗം ജനങ്ങൾ നിഷേധിച്ചു. കൊച്ചി രാജാവ് ഇടപെട്ട് ലന്ത ഗവർണർ വഴി അന്ത്യോക്യയിലേക്ക് ഒരു അഭ്യർത്ഥന അയച്ചതിന് ശേഷമാണ് ആ ഭിന്നത അവസാനിച്ചത്. അങ്ങനെ അവരവിടെ ഇരിക്കുക. അങ്ങനെയാണ് അഞ്ചാം മാർത്തോമായുടെ ഭരണകാലം തന്നെ ആരംഭിക്കുന്നത്. അത് കഴിയുമ്പോൾ 1730 ആകുമ്പോൾ ഗബ്രിയേൽ കാലം ചെയ്യുന്നു. അദ്ദേഹം കാലം ചെയ്ത് കോട്ടയം ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ അടക്കുന്നു. 1728 മാർത്തോമ സ്ഥാനമേറ്റു. 1730 ആകുമ്പോൾ ഗബ്രിയേൽ കാലം ചെയ്യുന്നു. മാർത്തോമ അഞ്ചാമൻ മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇതുപോലെ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആളുകളെ അയച്ചു തരണമെന്ന് പറഞ്ഞ് പാത്രിയർക്കീസ് ബാവായുടെ പേർക്ക് കത്തുകൾ എഴുതുകയും ഇവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരായിട്ട് ഇവിടെ വന്നിരുന്ന ആളുകളുണ്ട്, അവരോടൊക്കെ വന്ന് ഇതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസമുള്ള ആളുകളെ, വേദശാസ്ത്രം അറിയാവുന്ന ആളുകളെ, പണ്ഡിതരായ മെത്രാന്മാരെയോ ഒരു പാത്രിയർക്കീസിനെയോ തന്നെയോ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാത്രിയർക്കീസ് ബാവായ്ക്ക് എഴുത്തുകൾ എഴുതുന്നുണ്ട്. അവസാനം ഒരു ഈവാനിയോസ് എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്ത ഇവിടെ വന്നു. ഈവാനിയോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത 1739 അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോഴത്തേക്കിന് അതിനെക്കാട്ടിൽ വലിയ പ്രശ്നം. ഈവാനിയോസ് എന്ന് പറയുന്ന ആളുകളുമായിട്ടൊന്നും യോഗ്യതയിലും നല്ലതായിട്ടൊന്നും പോകുന്നില്ല. മാർ ഈവാനിയോസ് അദ്ദേഹം ഈ സക്രള ബാബ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈവാനിയോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന മാർ ഈവാനിയോസ് ഞങ്ങളുമായി എപ്പോഴും വഴക്കായിരുന്നു. ക്രിസ്ത്യാനികളുമായി സ്നേഹത്തിലും സമാധാനത്തിലും പെരുമാറുന്നതിന് അദ്ദേഹം സമ്മതിക്കയില്ലായിരുന്നു. അദ്ദേഹത്തോട് ഇടപെടുന്നവരെ വഴക്ക് പറയുക, ചിലരെ അടിക്കുക, മറ്റു ചിലരെ തൊഴിക്കുക, ഇങ്ങനെ ദിവസവും പതിവായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായുടെ അടുക്കിലേക്ക് തിരിച്ചയക്കുന്നതിന് ഒരു കപ്പൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതായിരുന്നു അവിടെ വന്ന ഒരു മെത്രാപ്പൊലീത്തയുടെ സ്ഥിതി. അപ്പോൾ എങ്ങനെയെങ്കിലും അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്ന് മെത്രാപ്പൊലീത്തായിമാരെ ഇവിടെ കിട്ടണം, യോഗ്യരായ ആളുകളെ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ്
1751 സക്രള്ള ബാബായും ഒരു സംഘവും ഇവിടെ വരുന്നു. സക്രള്ള ബാബ ഇവിടെ വന്നപ്പോൾ ആദ്യം പള്ളിക്കര പള്ളിയിൽ കൊച്ചി തുറമുഖത്ത് അദ്ദേഹം വന്നു. ലന്ത കപ്പലിലാണ് വന്നത്. വരുന്നതിന് വേണ്ടുന്നതായ കപ്പൽ ചെലവെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. മാർത്തോമ അഞ്ചാമൻ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ലന്ത കമ്പനികളുമായിട്ട്, ഡച്ച് കമ്പനികളുമായിട്ടുണ്ടാക്കി. ആ ഉടമ്പടിയുടെ ആ കരാറിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സക്രള്ള ബാബായും അദ്ദേഹത്തോടൊപ്പമുള്ള മെത്രാപ്പൊലീത്തന്മാർ ഇവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിച്ചെലവ് കൊടുക്കാമെന്നും വണ്ടിക്കൂലി കൊടുക്കാമെന്നും കപ്പൽ കൂലി കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ കൊച്ചി തുറമുഖത്ത് അവർ വന്നിറങ്ങിയപ്പോൾ ലന്ത കമ്പനിക്കാരാവശ്യപ്പെട്ടത്, കപ്പൽ കമ്പനിക്കാരാവശ്യപ്പെട്ടത് 12,000 രൂപയാണ്. അന്നത്തെ 12,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് 12 കോടിയിലധികം വില വരുന്നതായ കാശാണ്. അത് കൊടുക്കണമെന്നും മാർത്തോമ അഞ്ചാമനോട് പറഞ്ഞു. കാരണം അതിനകത്ത് കപ്പൽ കൂലി തന്നെ 4,000 വരുന്നുണ്ട്. പിന്നെ ഈ സക്രള്ള ബാബായും കൂട്ടരുമൊക്കെ കടം വാങ്ങിച്ചതും ഭക്ഷണത്തിനുള്ള ചിലവും വേറെ ചിലർക്കൊക്കെ കൊടുത്തിട്ടുള്ളതും വേറെ ചില ഇടപാടുകൾ അവസാനിപ്പിക്കാനായിട്ട് ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് വേണ്ടുന്ന കാശ് എല്ലാം കൂടെ കണക്കൂട്ടിയപ്പോൾ 12,000 രൂപയുണ്ടെന്ന് പറഞ്ഞു. അത്രയും കാശ് കൊടുക്കണമെന്ന് മാർത്തോമ അഞ്ചാമനോട് ആവശ്യപ്പെടുക. ഇല്ലെങ്കിൽ മെത്രാപ്പൊലീത്തന്മാരെ ഇറക്കി വിടുകയില്ല എന്ന് പറഞ്ഞു. ഇതാണ് മാർത്തോമ അഞ്ചാമൻ അഭിമുഖീകരിച്ച രണ്ടാമത്തെ പ്രശ്നം. ഗബ്രിയേലിൻ്റെ പ്രശ്നം തീർന്ന് അതങ്ങ് മാറി. അത് കഴിഞ്ഞപ്പോൾ അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്ന് പിതാക്കന്മാർ വന്നു. ആ പിതാക്കന്മാരെ സ്വീകരിക്കണം, അതിന് വേണ്ടുന്ന കാശ് കൊടുക്കണം, ഡച്ചുകാർക്ക് അതിൻ്റെ കാശ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. കാശ് കൊടുക്കാനായിട്ടില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ ഇവരെ ഇറക്കി വിടുകയില്ല എന്ന് പറഞ്ഞു. പള്ളിക്കര താമസിച്ചുകൊണ്ടിരുന്ന മാർത്തോമ അഞ്ചാമൻ നേരിട്ട് ചെന്ന് ഈ ലന്ത കമാൻഡർമാരുമായിട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ജാമ്യം നിൽക്കേണ്ടി വന്നു. മാർത്തോമ അഞ്ചാമൻ ജാമ്യം നിന്നുകൊണ്ട് കൊച്ചി രാജാവിൻ്റെയൊക്കെ അനുവാദത്തോടുകൂടി അവരുടെയൊക്കെ ഇടപെടൽ അക്കാര്യത്തിലുണ്ടായി. അങ്ങനെ ജാമ്യം നിന്നിട്ട് സക്രള്ള ബാബായെയും കൂടെ ഉണ്ടായിരുന്നവരെയും പുറത്താക്കി എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് അവരെ നാട്ടിലേക്ക് ഇറക്കി. 9 പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ. സക്രള്ള ബാബ ഉണ്ടായിരുന്നു, ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ഉണ്ടായിരുന്നു, ഈവാനിയോസ് റമ്പാച്ചൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കത്തനാരന്മാരും ആളുകളും ശമാശന്മാരും ഒക്കെ ആയിട്ട് 9 പേരടങ്ങുന്ന സംഘമാണ് വന്നത്. അവർ വന്നു. അവർ കണ്ടനാട്ടേക്കും കൊച്ചിയിലേക്കും ഒക്കെ വരുന്നു. അവർ വന്ന് ഇറങ്ങി. പള്ളിക്കരയായിരുന്നു മെത്രാപ്പൊലീത്ത താമസിച്ചുകൊണ്ടിരുന്നത്. കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം ഈ 12,000 രൂപ സംഘടിപ്പിക്കാനായിട്ടില്ല. അദ്ദേഹം ഒളിവിൽ പോകേണ്ടി വന്നു. അദ്ദേഹം ഒളിവിൽ പോയപ്പോഴത്തേക്കിന് അദ്ദേഹത്തെ പിടിക്കാനായിട്ട് വാറണ്ട് പുറപ്പെടുവിച്ചു കൊച്ചി രാജാവ്. ലന്തക്കാർ, പട്ടാളക്കാർ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു. പള്ളിക്കര പള്ളിയിൽ അദ്ദേഹം ഉണ്ടെന്നറിഞ്ഞ് അവിടെ വന്നു. അവിടെ വന്നപ്പോഴത്തേക്കിന് അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചു രക്ഷപ്പെട്ടപ്പോൾ വന്ന പട്ടാളക്കാർ അവരുടെ കുന്തം ഉപയോഗിച്ചുകൊണ്ട് പള്ളിക്കര പള്ളി കുത്തിപ്പൊളിച്ചു. അപ്പോൾ അതിനകത്ത് മെത്രാപ്പൊലീത്തയെ കാണുന്നില്ല. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള പള്ളികളിൽ പലതിലും പരതി. ആ പള്ളികളിലൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി. അവസാനം കൊച്ചി രാജാവ് തന്നെ പറഞ്ഞു, ജനങ്ങളെല്ലാം കൂടെ കൊച്ചി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ട് ഞങ്ങളുടെ പള്ളികൾ നശിപ്പിക്കുന്നുവെന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങേരെ എങ്ങനെയാണെങ്കിലും പിടിച്ചു തരാം മാർത്തോമ അഞ്ചാമനെ. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് റാക്കാട്ട് ചെന്നു. മൂവാറ്റുപുഴ അടുത്തുള്ള റാക്കാട്ട് പള്ളിയിൽ അവിടെ ചെന്നു ഒളിവിൽ പാർത്തു. അവിടെയും പട്ടാളക്കാർ വന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കോതമംഗലത്തിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ആളാണ്, കുറ്റാരോപിതനാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് തന്നെ, ഒളിവിൽ നിന്ന് താമസിക്കാൻ സൗകര്യം കൊടുക്കുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ ഓർക്കണം, 1700-ലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അന്ന് രാജാക്കന്മാരും ലന്ത പട്ടാളക്കാരും അധികാരികളുമൊക്കെ വളരെ ശക്തരായിരുന്നു. ജനങ്ങളൊന്നും അവരുടെ നേരെ നിൽക്കുകയില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിലാണ് മാർത്തോമായ്ക്ക് ഒളിക്കാൻ സ്ഥലം വേണം. അദ്ദേഹം കോതമംഗലത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് വഴി അടച്ചു. അദ്ദേഹം കടലിൽ തോടുവഴി വന്ന് വള്ളത്തേൽ വന്നാലും, അദ്ദേഹം റോഡ് മാർഗം പല്ലക്കിൽ വന്നാലും കാണുന്ന മാത്രയിൽ വെടിവെക്കാൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ട് കുറുപ്പുംപടി പള്ളിയിൽ വരുന്നു. അവിടെ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം 1751-ലാണ് ഇത് സംഭവിക്കുന്നത്. 1728 മുതൽ ഏകദേശം 25 വർഷക്കാലം മലങ്കര മെത്രാപ്പൊലീത്തായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. അദ്ദേഹത്തെയാണ് വേട്ടയാടാനായിട്ട് പട്ടാളക്കാർ പുറപ്പെട്ടിരിക്കുന്നത്. ഈ അവസ്ഥ സഹിക്കാനൊക്കുന്നതായിരുന്നില്ല മലങ്കര നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം. തെക്കുള്ള പള്ളികൾ, നിരണം പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ആളുകൾ ഇവിടെ കുറുപ്പുംപടിയിലേക്ക് വന്നു ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്, ഇദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട്.
അങ്ങനെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ഡച്ചുകാരുടെ പിടിയിൽ നിന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കണം, ഡച്ചുകാരുടെ പിടിയിൽ അദ്ദേഹം ആവപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തെ പിടിവിക്കാനായിട്ട് നിരണ സ്വദേശികളായ കണിയാന്ത്ര നൈനാൻ തരകൻ, പണിക്കരി വീട്ടിൽ മൂത്ത പണിക്കർ, കോലത്ത് കുഞ്ഞാണ്ടി മാപ്പിള, കോവൂർ കുഞ്ഞാണ്ടി മുതലായവർ ചേർന്ന് ഒരു പല്ലക്കുമായി കുറുപ്പമ്പടിയിലെത്തി. അവിടെ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു, അദ്ദേഹത്തെ പല്ലക്കിൽ കയറ്റി. എന്നിട്ട് കാൽനടയായി ഓർത്തുകൊള്ളണം, ഒരു സംഘം നസ്രാണികൾ അദ്ദേഹത്തെ കാൽനടയായി ഒളിച്ചും പാത്തും രാത്രിയിലും പകലിലും പട്ടാളക്കാരുടെ ദൃഷ്ടിയിൽപ്പെടാതെ കൊച്ചി രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട് തിരുവിതാംകൂറിൽ നിരണത്ത് പള്ളിയിൽ വന്ന് താമസിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോകണം. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു. പക്ഷേ മറ്റേ മെത്രാപ്പൊലീത്ത അവിടെയുണ്ട്. അദ്ദേഹം കടനാട്ടും കളന്തുരുത്തിയിലും ഒക്കെ താമസിക്കുക. ജാമ്യത്തിലിറങ്ങിയതാണ്. ജാമ്യത്തിലിറക്കാൻ ജാമ്യക്കാരനാണ് ഈ മാർത്തോമ മെത്രാപ്പൊലീത്ത. അത് കഴിയുന്ന ഉടനെ അവിടെ വന്നു നിരണത്ത് പള്ളിയിൽ ഇദ്ദേഹം താമസിക്കുക. അപ്പോഴാണ് എങ്ങനെയെങ്കിലും തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ട് ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കണം, മഹാരാജാവിനെ മുഖം കാണിക്കണം. എങ്ങനെയാണ് മഹാരാജാവിൻ്റെ അടുക്കൽ പോകുന്നത്? അതിന് വേണ്ടുന്ന ആലോചനകൾ നടത്തി. അപ്പോൾ പറഞ്ഞു, മാവേലിക്കര കൊട്ടാരത്തിൽ മഹാരാജാവ് എഴുന്നള്ളി വരുന്നുണ്ട്, അവിടെ ചെന്ന് മഹാരാജാവിനെ കാണാമെന്ന് പറഞ്ഞു. മാവേലിക്കര കൊട്ടാരത്തിലേക്ക് പ്രമാണികളും ഒന്നിച്ച്, മാവേലിക്കരയുള്ള ആളുകളൊക്കെ ഒന്നിച്ചുകൂടി രാജകൊട്ടാരത്തിലേക്ക് രാജാവിനെ കാണാനായിട്ട് പോകുക. പുതിയകാവ് പള്ളിയിൽ അദ്ദേഹം വന്നു. അവിടെ ഇരുന്നുകൊണ്ട് രാജാവിനെ കാണുവാനുള്ള പ്ലാനുകളും എന്തൊക്കെ പറയണം, കാരണം ഈ വലിയ വാറണ്ടിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം പുതിയകാവ് പള്ളിയിൽ അദ്ദേഹം ഇരുന്ന് മഹാരാജാവിനെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? വാറണ്ടുമായി ലന്ത പട്ടാളക്കാരവിടെ വന്നു. കൊച്ചി രാജാവും തിരുവിതാംകൂർ മഹാരാജാവും തമ്മിൽ ഒരു സഖ്യതയുണ്ട്. ആ സഖ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിലെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് കൊച്ചി രാജാവ് അനുവദിക്കും, കൊച്ചിയിലെ കുറ്റക്കാരെ പിടിക്കാനായിട്ട് തിരുവിതാംകൂറും അനുവാദം. ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്. ആ കരാർ അനുസരിച്ച് തിരുവിതാംകൂറിൻ്റെ ഭരണപരിധിയിൽപ്പെട്ട മാവേലിക്കരയാണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിലും അവിടെ പിടിക്കുവാനായിട്ട് വന്നുകൂടി. അവിടെ വന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നുള്ള നിലയായി. പ്രമാണിമാരെല്ലാം ഒന്നിച്ചുകൂടി. അവിടെ വലിയ സംഘർഷഭരിതമായ സംഭവം നടന്നുകൊണ്ടിരിക്കുക. ലന്ത പട്ടാളക്കാർ വന്നു, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സേനാനികൾ വന്നു. എല്ലാവരും ആയുധധാരികളായിട്ട് വന്നിരിക്കുക മെത്രാപ്പൊലീത്തായെ പിടിക്കാനായിട്ട്. 10,000 ആളുകൾ പുതിയ പള്ളിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഈ ആളുകളെല്ലാം വന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് ലന്ത കമാൻഡർ വന്നിട്ട് മെത്രാപ്പൊലീത്തായെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറണ്ട് വായിക്കുന്നു. അത് വായിച്ച് കേൾക്കുമ്പോഴത്തേക്കിന് അവിടെ കൂടിയ പ്രമാണിമാർ വാവിട്ട് നിലവിളിക്കുക. ഒന്നും ചെയ്യാനൊക്കത്തില്ല, മെത്രാപ്പൊലീത്തായെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ആ ഒരു വലിയ സംഭവം, അവിടെ സംഘർഷം അവിടെ ഉണ്ടാകുക. 5-ാം മാർത്തോമായുടെ ഇരുപാർശ്വങ്ങളിലും സദാ മേയ്ക്കാവൽ ചെയ്തുകൊണ്ടിരുന്ന അംഗരക്ഷകർ 12 പേരും രാജകൽപ്പനയെ മാനിപ്പാനായി തങ്ങൾ പിന്മാറുന്ന വിധം തൊപ്പിയും പരിചയും നിലത്ത് വെച്ചിട്ട് 12 ഉടവാളുകളും തലകീഴായി മുന നിലത്തുകുത്തി തലകുനിച്ച് നിന്നു. അന്ന് പുതിയകാവ്, തഴക്കര, മറ്റം, കമ്പോളങ്ങളിൽ കൂട്ട നിലവിളിയായിരുന്നു. മാർത്തോമ മെത്രാപ്പൊലീത്തായ്ക്ക് അംഗരക്ഷകരുണ്ട്. ഊരിയ വാളുമായിട്ട് നിൽക്കുന്നവരാണ് അവർ. തലപ്പാവും കെട്ടിയിട്ടുണ്ട്, ഇടക്കെട്ടുമുണ്ട്. അങ്ങനെയുള്ള ആ അംഗരക്ഷകരുടെ മധ്യത്തിലാണ് മെത്രാപ്പൊലീത്ത നിൽക്കുന്നത്. പക്ഷേ രാജകൽപ്പനയായി ഈ വാറണ്ട് പുറപ്പെടുവിച്ച് വായിച്ചു കേട്ടപ്പോൾ അവർ തൊപ്പി ഊരി താഴെ വെച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു, അവരുടെ വാള് തിരിച്ചു പിടിച്ച് നിലത്ത് കുത്തി. രാജകൽപ്പനയെ ആദരിക്കാതെ നിവർത്തിയില്ല. പ്രമാണിമാർ വാവിട്ട് നിലവിളിക്കുക. അന്ന് പുതിയകാവ്, തഴക്കര, മറ്റം, കമ്പോളങ്ങളിൽ കൂട്ട നിലവിളിയായിരുന്നു. നിരണം, ചെങ്ങന്നൂർ, വെൺമണി, കായംകുളം, കാർത്തികപ്പള്ളി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് അനേകായിരം ജനങ്ങൾ മാവേലിക്കര എത്തിച്ചേർന്നു. തങ്ങളുടെ സർവസംപൂജ്യനായ വൃദ്ധതാത പുരോഹിതൻ്റെ തൃക്കൈ മുത്തി പിരിയുന്നതിലേക്ക് ജനസമൂഹത്തിന് 5 ദിവസം വേണ്ടി വന്നു. ഇവർക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് അഹത്തള്ള എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്ത ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കര കാണിക്കാതെ കപ്പലിൽ കൊണ്ടുപോയി കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി കൊന്നുവെന്ന് ജനങ്ങൾക്കറിയാം. ഈ വൃദ്ധ മെത്രാപ്പൊലീത്തായെ ഡച്ചുകാർ പിടിക്കാൻ പോവുക. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന്, ഇവിടെ വായിച്ചല്ലോ, ഇത് ചിത്രമെഴുത്ത് KM വർഗീസ് എഴുതിയിട്ടുള്ള 5-ാം മാർത്തോമായുടെ പീഡനം അഥവാ ഡച്ചുകാരുടെ 12,000 എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. 5-ാം മാർത്തോമായുടെ പീഡനം അഥവാ ഡച്ചുകാരുടെ 12,000 രൂപ കൊടുക്കണമെന്നല്ലേ പറഞ്ഞേ?
ചിത്രമെഴുത്ത് KM വർഗീസാണ് അത് വിവരിക്കുന്നത്. ചെങ്ങന്നൂർ, വെൺമണി, മാവേലിക്കര, നിരണം, കായംകുളം, കാർത്തികപ്പള്ളി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് അനേകായിരം ജനങ്ങൾ മാവേലിക്കര എത്തിച്ചേർന്നു. തങ്ങളുടെ സർവ്വസംപൂജ്യനായ വൃദ്ധതാത പുരോഹിതൻ്റെ തൃക്കൈമുത്തി പിരിയുന്നതിലേക്ക് ജനസമൂഹത്തിന് 5 ദിവസം വേണ്ടി വന്നു. കഴിഞ്ഞ 10-30 വർഷമായി, 10-25 വർഷത്തിലധികമായി മലങ്കര സഭയെ നയിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും അറിയില്ല. ചിലർ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കണ്ണുനീർ ചുംബിച്ചു. അമ്മമാർ തങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളെ ആ ആചാര്യശ്രേഷ്ഠൻ്റെ അനുഗ്രഹസമൃദ്ധമായ കഴലിനകളിൽ മുത്തിച്ചെടുത്തു. യുവതികൾ പള്ളി മതിൽക്കെട്ടിനുള്ളിൽ മാറത്തടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. പ്രമാണികൾ പൊട്ടിക്കരഞ്ഞു. വൈദികർ അദ്ദേഹത്തിൻ്റെ മോതിരം കണ്ണുനീരാൽ നനച്ചു. വടി കുത്തി വന്ന വയോവൃദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഹസ്തങ്ങൾ വിറയ്ക്കുന്ന ചുണ്ടുകൾ ചേർത്ത് വീണ്ടും വീണ്ടും ചുംബിച്ചു വിടവാങ്ങി. ഇതായിരുന്നു ഡച്ചുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാർത്തോമ 5-ാമൻ പുതിയവാവ് പള്ളിയിൽ മാവേലിക്കര സംഭവിച്ചതായ വിവരം. തിരുവിതാംകൂർ മഹാരാജാവ് അതിനകത്ത് ഇടപെടുന്നില്ല. കാരണം ഡച്ച് അധികാരികളുമായിട്ടും അതുപോലെ തന്നെ കൊച്ചി രാജാവുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി. അദ്ദേഹത്തെ അവിടെ നിന്ന് കൊച്ചി കോട്ടയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പ്ലാൻ എന്തായിരുന്നറിയാമോ? അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് നാടുകടത്തുക. കാരണം ഇതെല്ലാം ഈ കപ്പൽ മാർഗങ്ങളാണ്, അവിടെയൊക്കെ ഉണ്ട്, ആളുകളും അധികാരികളുമുണ്ട്. ഇന്തോനേഷ്യയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക, അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കറുത്തകുപ്പായം തയ്പ്പിച്ചെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള പരിപാടികൾ നടക്കുക. ആ അവസരത്തിലാണ് തങ്ങളുടെ മെത്രാപ്പൊലീത്ത എങ്ങനെയെങ്കിലും വിടുവിച്ചേ മതിയാവൂ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. നിരണം പള്ളിയിൽ ഒരു മഹായോഗം കൂടി. പള്ളി നിറയെ ആളുകൾ വന്നുകൂടി. മെത്രാപ്പൊലീത്തായെ വിടുവിക്കണം, അത് മാത്രമാണ്. 12,000 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. നിരണം പള്ളിയുടെ കുറേ സ്വത്തുക്കൾ വിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് തികയില്ല. 12,000 രൂപയെന്ന് ഞാൻ പറഞ്ഞു, മുമ്പേ പറഞ്ഞില്ലേ, 12 കോടിയിലധികം രൂപ വരെ വരും. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ എന്താ, നിരണം പള്ളിയുടെ കുറേ സ്വത്തുക്കൾ വിൽക്കാമെന്ന് പറഞ്ഞു. പ്രമാണിമാരും വൈദികരും പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്ത്രീകളും കുഞ്ഞുങ്ങളും പള്ളിയുടെ മുറ്റത്തും പുറത്തുമായിട്ട് നിൽക്കുക. വളരെ വികാരനിർഭരമായ സന്ദർഭമായിരുന്നു. അപ്പോഴാണ് ഇലഞ്ഞിക്കൽ തറവാട്ടിലെ പീത്തമ്മ തങ്കി എന്ന് പറയുന്നതായ മാന്യമഹിത പീത്തമ്മ തങ്കി അവർ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് ഈ ജനസമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട്, എൻ്റെ മെത്രാപ്പൊലീത്ത ജയിലിൽ കഴിയുന്നതിനേക്കാൾ എനിക്ക് ഈ ആഭരണങ്ങളൊന്നും വേണ്ട. എൻ്റെ മെത്രാപ്പൊലീത്ത ജയിലിൽ കഴിയുന്ന, തടവിൽ കഴിയുന്ന മെത്രാപ്പൊലീത്തായെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. അവരുടെ കയ്യിലും കാതിലും കഴുത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരി പള്ളിനടയിൽ വെച്ചു. അത് കണ്ടിട്ട് ജനങ്ങൾ വികാരനിർഭരതരായി എഴുന്നേറ്റു. പലരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. സ്ത്രീകൾ മുമ്പോട്ട് വന്നു. അവരുടെ ആഭരണങ്ങളും അഴിച്ചു വയ്ക്കുവാൻ തയ്യാറായി. അത്ര വികാരനിർഭരമായ സന്ദർഭമായിരുന്നു അവിടെ നിന്ന് പണം സ്വരൂപിച്ച് കൊച്ചി കോട്ടയിൽ കൊണ്ടുവന്ന് ലന്ത അധികാരികൾക്ക് കൊടുത്തിട്ട് മാർത്തോമ 5-ാമനെ അവിടെ നിന്ന് വിടുവിച്ചു വാങ്ങി. നിരണത്തിൽ നിന്ന് പ്രമാണിമാർ പല്ലക്കും കൊണ്ടുചെന്ന് അദ്ദേഹത്തെ എടുത്ത് നിരണത്ത് കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് 1751 52 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം വരുന്നത് ഡച്ച് കോട്ടയിൽ വെച്ച് 5-ാം മോർത്താമയെ പീഡിപ്പിച്ച ചരിത്രം ചിത്രമെഴുത്ത് KM വർഗീസ് തൻ്റെ ചരിത്രാഖ്യായിൽ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ക്രൂരമായാണ് പീഡിപ്പിച്ചത്. ആ പീഡകളെല്ലാം അദ്ദേഹം ഏറ്റു. എന്തിനു വേണ്ടി? അദ്ദേഹം പ്രാണന് തുല്യം സ്നേഹിച്ച മലങ്കര സഭയ്ക്ക് വേണ്ടി. അദ്ദേഹത്തെ നിരണത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം യാത്ര ചെയ്യുന്നു. മാർത്തോമ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഇവിടെ വന്ന സക്രള ബാവായുമായിട്ടും മറ്റും അദ്ദേഹം സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടുന്നു. പക്ഷേ അതങ്ങോട്ട് നല്ലൊരു സൗഹൃദമാകുന്നില്ല. ഈ സക്രള ബാവായും കൂടെ വന്ന ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്തായും അവർ ശ്രമിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും മലങ്കര സഭയെ അവരുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരിക, അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരിക
എന്നുള്ളൊരു ശ്രമമായിരുന്നു സക്രള്ള ബാവായും കൂട്ടരും നടത്തിയത്. മാർത്തോമ അതിനോട് എതിർത്ത് നിന്നപ്പോൾ മാർത്തോമായെ എതിർക്കുന്ന ചിലരിവിടെ ഉണ്ടായിരുന്നവർ അവർ സക്രള്ള ബാവായുടെ ഒപ്പം ചേർന്നു. അങ്ങനെ വന്ന എല്ലാ ആളുകളും കൂടി എന്താ ചെയ്യുന്നറിയാം, അതിൽ കുറേ പേർക്ക് ഇദ്ദേഹം കയറി സക്രള്ള ബാവ കയറി പട്ടം കൊടുക്കുകയും അവരെ ആ രീതിയിൽ അങ്ങോട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ ഇങ്ങനെ പുതിയ ആളുകൾക്ക് പട്ടം കൊടുക്കുന്നു, ഇതൊരു ഭിന്നതയാകുന്നു. അപ്പോൾ തിരുവിതാംകൂർ ഗവൺമെൻറ്റിനും കൊച്ചി ഗവൺമെൻറ്റിനും ലന്ത സർക്കാരിനും ആഗ്രഹമുണ്ട് ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഈ ഭിന്നത എങ്ങനെയെങ്കിലും പരിഹരിക്കണം. അപ്പോൾ ലന്ത അധികാരികളുടെ, ഡച്ച് അധികാരികളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 1554 ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്, ഉടമ്പടി സെമിനാരി കേസിൽ പ്രമാണമായിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. റോയൽ കോർട്ട് വിധിയിൽ അവസാനിച്ച കേസാണിത്. അതിൽ 439 നമ്പരായിട്ട് ഹാജരാക്കിയിട്ടുള്ള ഒരു രേഖയുണ്ട്. ആ രേഖയിൽ പറയുന്നത്, 5-ാം മാർത്തോമ പരിശുദ്ധാത്മാവിനെയും അന്ത്യോക്യ പാത്രിക്കീസിനെയും അനുഗമിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെ ബസേലിയോസ് സക്രള്ള ബാവ പട്ടക്കാരെയും ഷമ്മാശന്മാരെയും വാഴിക്കുന്നതല്ല. തോമസ് എപ്പിസ്കോപ്പായിൽ നിന്ന് പട്ടക്കടലാസ് ഇല്ലാതെ ഒരാൾക്ക് പട്ടം കൊടുത്തുകൂടാ. പട്ടം വെട്ടുകയും തൊപ്പിയിടുകയും ചെയ്യുന്നവർക്ക് ആ രീതി തുടരാവുന്നതാണ്. കണ്ടനാട്ട് കബറടങ്ങിയ മാർത്തോമ മെത്രാൻ, 4-ാം മാർത്തോമ സ്വീകരിച്ചിരുന്ന വിശ്വാസാചാരങ്ങൾ തുടരേണ്ടതാണ്. 1754 ധനു 18 ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായും ഈവാനിയോസ് എപ്പിസ്കോപ്പായും ഉടമ്പടി വ്യവസ്ഥകൾ സമ്മതിച്ചതായും ഉടമ്പടി എഴുതുമ്പോൾ 23 പള്ളിക്കാരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും ഉടമ്പടിയിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തർക്കം പരിഹരിക്കുന്നു. ഇനി മാർത്തോമ, ആദ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് മാർത്തോമ 2ാമത് പട്ടം ഏൽക്കണമെന്നാണ്. 5-ാം മാർത്തോമയുടെ പട്ടം ഏറ്റത് ശരിയായ രീതിയിലല്ല. 4-ാം മാർത്തോമ രോഗിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൈവച്ചതേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള പട്ടം കൂടെ ശുശ്രൂഷ നടന്നില്ല. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ കൈവയ്ക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നതായ പാരമ്പര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അന്ത്യോക്യയിൽ നിന്ന് വന്ന പിതാക്കന്മാർ പറഞ്ഞ് ഇദ്ദേഹത്തിന് 2ാമത് പട്ടം ഏറ്റലേ ഒക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് പ്രശ്നമായി, ജനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ സഭയൊന്നടങ്കം ഏതാനും ചില ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ മുഴുവനും ഇദ്ദേഹത്തോടൊപ്പമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉടമ്പടി ഉണ്ടാക്കാനായിട്ട് തയ്യാറാകുന്നു. ഗവൺമെൻറ്റും അതിനകത്ത് ഇടപെടുന്നു. അങ്ങനെ ഉടമ്പടി ഉണ്ടാകുന്നു. ആ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ, ഉടമ്പടി വിവരമാണ് അവിടെ തോമ എപ്പിസ്കോപ്പ എന്ന അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. കാതോലിക്കയാണ് ബസേലിയോ സക്രള്ള. അപ്പോൾ ആ കാതോലിക്കയെയും മെത്രാപ്പൊലീത്തായും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. എന്നാലും അങ്ങോട്ടൊരു ലോഹ്യമൊന്നും ആയില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ഇവർ നടത്തുന്നതായ ആചാരാനുഷ്ഠാനങ്ങൾ, അന്ന് ഗീവർഗീസ് 2ാമൻ പാത്രികീസ് ബാവയാണ്. ആ പാത്രികീസ് ബാവ അന്ന് മാർത്തോമ 5-ാമനോട് 1752 ഒരു കത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സക്രള്ളയെ വരുത്തി കാതോലിക്കായി വാഴിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹവും മാർ ഗ്രിഗോറിയോസും അവിടെ നിന്ന് ദീർഘകാലം നിങ്ങളുടെ ഇടയിൽ താമസിച്ചു. എന്നാലും അവരുമായി ചേരുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. അദ്ദേഹത്തോട് ഇത് നിങ്ങൾക്ക് നല്ലതിനല്ല. സുറിയാനിക്കാരായ ഞങ്ങളുടെ അനുഷ്ഠാനാചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളവയാണ് നെസ്തോറിയരും മറ്റും നിങ്ങളുടെ ഇടയിൽ വിതച്ചിട്ടുള്ള രീതികൾ. അവ പിഴുതും മാറ്റണം. പരിശുദ്ധ റൂഹ വഴി നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ അധികാരത്തിൽ, പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ പരമാധികാരത്തിങ്കിലേക്ക് നമ്മെ നടത്തിയ അധികാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം ആവശ്യപ്പെടുന്നു. നിങ്ങൾ അന്ത്യോക്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കണം. എല്ലാ ആജ്ഞകളും അനുസരിക്കണം. അനനുരൂപമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ചുവടെ പറിച്ചു മാറ്റണം. ഇതായിരുന്നു ഗീവർഗീസ് 2ാമൻ പാത്രികീസ് ബാവ മാർത്തോമ 5-ാമനോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നെസ്തോറിയരും മറ്റും നിങ്ങളുടെ ഇടയിൽ വിധിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസ കാര്യങ്ങളെയും എല്ലാം വേരോടെ പിഴുതു കളയണം. അതിന് സക്രള്ളയ്ക്ക് ഈവാനിയോസിന് സാധിക്കും. അവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അവരോട് ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. പക്ഷേ അതിന്
പൂർണ്ണമായൊരു സഹകരണം മാർത്തോമാ അഞ്ചാമൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. രണ്ടാമത്, അതിനുണ്ടാകാഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞത് ആചാരാനുഷ്ഠാനങ്ങളെ മാത്രമല്ല മാറ്റണമെന്ന് പറഞ്ഞു, പൂർണ്ണമായും പാത്രിയർക്കീസിന് വിധേയപ്പെടുന്ന രീതിയിലേക്ക് വരണം. മാർത്തോമാ അഞ്ചാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സക്കരള ബാവ ആവശ്യപ്പെട്ടത് മാർത്തോമാ അഞ്ചാമൻ എന്നുള്ള പേര് കഴിഞ്ഞ് കളഞ്ഞിട്ട് ദീവന്നാസ്യോസ് എന്നുള്ള പേരിൽ പുതിയതായിട്ട് പട്ടം വയ്ക്കണം. അതിന് വേണ്ടുന്നതായ സാമഗ്രികളെല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. മൂറോനും സൈത്തും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സക്കരള ബാവ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവാനിയോസൊക്കെ വരുന്ന ഉടനെ ആരാധനയ്ക്ക് വേണ്ടുന്ന കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഇവിടെ വന്ന അവസരത്തിൽ വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്കവണ്ണം ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം വന്ന ഈവാനിയോസ് മെത്രാപ്പൊലീത്തയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തക്സാകളുമൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഈവാനിയോസ് മെത്രാ ഇപ്പോൾ മലങ്കരയിൽ ഉപയോഗിക്കുന്ന യാക്കോബിൻ്റെ കുർബാന തക്സ മലങ്കരയിൽ കൊണ്ടുവന്നതും പ്രചരിപ്പിച്ചതും സക്കരള ബാവായും മാർ ഈവാനിയോസുമാണ്. അതിനും അതിൻ്റെ കൂടെയുള്ള മറ്റ് തക്സാകൾക്കും വ്യാപകമായ അംഗീകാരം ലഭിച്ചത് മാർ ഈവാനിയോസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, കൈ മലർത്തിപ്പിടിച്ച് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുക, കുർബാന സ്വീകരിക്കുന്നതിന് മുട്ടുകുത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ, ബുധനും വെള്ളിയും മാംസം വർജിക്കണം, നോമ്പ് അനുഷ്ഠാനം തലേ ദിവസം സന്ധ്യയോടുകൂടി ആരംഭിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ സ്വീകരിക്കണം. അതിൽ സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചു, മറ്റ് ചിലതിനെ തിരസ്കരിച്ചു. തിരസ്കരിച്ചതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യം, വർഷങ്ങളായിട്ടുള്ള പതിവാണ്. നമ്മളുടെ പള്ളികളുണ്ടായിരുന്നു. 1739 വന്ന ഈവാനിയോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത വഴക്കാളിയായിരുന്നു, അടിച്ചെന്നും ഇടിച്ചെന്നും ഒക്കെ പറയുന്നില്ലേ. ആ പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പള്ളികളിലേക്കും പ്രവേശിച്ചിട്ട് അവിടെയുള്ള പ്രതിമകളുണ്ടായിരുന്നു. ഈ റോമൻ കത്തോലിക്കരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിൻ്റെയും കന്യാമറിയാമിൻ്റെയും ഗീവർഗീസ് സഹദായുടെയും ഒക്കെ പ്രതിമകളും ഒക്കെ പള്ളിക്കുള്ളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ പള്ളിമുറ്റത്തുണ്ടായിരുന്നു. ഇദ്ദേഹം വന്ന് ചെയ്ത ഈ പള്ളിക്കാരുടെ യാതൊരു എതിർപ്പിനെ അവരെ വളരെ ആദരവോടുകൂടി ബഹുമാനിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന പ്രതിമകളാണ് അവിടെ ഉള്ളത്. ആ പ്രതിമകളെ ദൈവസാന്നിധ്യമായിട്ടാണ് അവർ കാണുന്നത്. അതിനെയെല്ലാം വെട്ടിയെടുത്തിട്ട് തീയിലിട്ട് നശിപ്പിച്ച് കളയുക. അപ്പോഴത്തേക്കിനാണ് എതിർപ്പുണ്ടാകുന്നത്. അതിനെ എതിർക്കാൻ ചെന്നവരെ തല്ലുക, ചീത്ത പറയുക. ഇതൊക്കെ മാറിയോനിച്ചത് വിശ്വാസ തീഷ്ണ ഈ അറബികളുടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളുടെ സ്വഭാവവിശേഷമാണ്. വളരെ തീവ്രവാദമായ വാദപരമായ നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്ന ചില കാര്യങ്ങളിൽ. അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിനെയൊക്കെ എതിർക്കേണ്ടി വന്നു. അങ്ങനെ എതിർത്തിട്ടാണ് വേറൊരു കാര്യം ഇതിനകത്ത് നടന്നതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വരുന്ന ഉടനെ ഈ സക്കരള ബാവ വന്ന് കണ്ടനാട്ട് പള്ളിയിൽ താമസിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെയാണ് നമ്മുടെ ഈവാനിയോസ് മാർത്തോമാ അഞ്ചാമൻ പള്ളിക്കര പള്ളിയിൽ താമസിക്കുക. അവിടെ നിന്ന് അദ്ദേഹം ഈ മാർത്തോമാ അഞ്ചാമൻ്റെ സക്കരള ബാവായും തമ്മിലുള്ള എതിർപ്പിൻ്റെ ഒരു കാര്യം കാണിക്കാം. ബാവ കണ്ടനാട് പള്ളിയിൽ താമസിക്കുക. യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ അദ്ദേഹം ഇന്ത്യയിലെ സുറിയാനി സഭാ ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ സുറിയാനി ചരിത്രം എഴുതിയിരിക്കുന്നതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അദ്ദേഹം ഈ മാർത്തോമാ അഞ്ചാമനും നമ്മുടെ സക്കരള ബാവായും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചും അവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്നിലേക്ക് പ്രവേശിക്കുവാനുള്ള ബുദ്ധിമുട്ടും ആശങ്കയും ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച മഫ്രിയാന കണ്ടനാട്ടേക്ക് പോയി. ഓശാന ഞായറാഴ്ച മാർത്തോമാ അഞ്ചാമൻ മഫ്രിയാന താമസിച്ചിരുന്ന വലിയ പള്ളിയിൽ പ്രവേശിച്ചു. കൊച്ചി രാജാവും ഡച്ച് കമാൻഡറും ഒക്കെ നിർദ്ദേശിച്ച അനുസരിച്ചാണ് മഫ്രിയാന കണ്ടനാട്ടേക്ക് പോയത്. വെള്ളിയാഴ്ച മഫ്രിയാന കണ്ടനാട്ടേക്ക് പോയി. ഓശാന ഞായറാഴ്ച മാർത്തോമാ അഞ്ചാമൻ മഫ്രിയാന താമസിച്ചിരുന്ന വലിയ പള്ളിയിൽ പ്രവേശിച്ചു. മധുബഹായിൽ ദർഗ ത്രോണോസിൻ്റെ മുമ്പിലെ പടി കുത്തിപ്പൊളിച്ചു. ത്രോണോസിന് അഭിമുഖമായി ഇട്ടിരുന്ന മറ കീറിക്കളഞ്ഞു. യെരുശലേമിലെ ഗ്രിഗോറിയോസും ബസേലിയോസ് എൽദോ ബാവായും കൊണ്ടുവന്ന പാശ്ചാത്യ സുറിയാനി രീതിയിലുള്ള അംശവസ്ത്രങ്ങൾ ധരിക്കണമെന്ന് മഫ്രിയാന വൈദികരോട് ആവശ്യപ്പെട്ടിരുന്നു. ചില വൈദികർ അതനുസരിച്ചു. മാർത്തോമാ അഞ്ചാമൻ അവരെ ശാസിച്ചു. മഫ്രിയാന വൈദികരോട് ആവശ്യപ്പെട്ട് മഫ്രിയാന പള്ളികൾ സന്ദർശിക്കുകയും അവിടങ്ങളിൽ പാശ്ചാത്യ സുറിയാനി സഭയുടെ ആചാരങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പാശ്ചാത്യ സുറിയാനി സഭയുടെ ആചാരങ്ങൾ പാലിക്കരുതെന്ന് വൈദികരോട് ആവശ്യപ്പെട്ട് മാർത്തോമ കത്തുകൾ എഴുതി. മാർത്തോമ അഞ്ചാമനും സക്കരള ബാവായും തമ്മിലുള്ള എതിർപ്പ്
അന്ത്യോക്യ പാത്രിക്കസിൻ്റെ അധികാരത്തോടുള്ള എതിർപ്പായി മാത്രം കാണാനായിട്ട് സാധിക്കില്ല. മറിച്ച് അത് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും അതേപോലെ തന്നെ ഇവിടെ ഉള്ളതായ പല ആചാരാനുഷ്ഠാനങ്ങളെയും മാറ്റം വരുത്തുന്നതിനോടുമുള്ള ഒരു എതിർപ്പായിട്ട് മാത്രമേ അതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഇവർ തമ്മിലുള്ളതായ പല കാര്യങ്ങളിലും എതിർപ്പുണ്ടായതിന് ശേഷമാണ് മാർത്തോമ അഞ്ചാമൻ വീണ്ടും ഇദ്ദേഹവുമായിട്ട് രമ്യതയിലാകില്ല എന്നുള്ള ബോധമുണ്ടായി. അങ്ങനെയൊക്കെ വന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമൊക്കെ കഴിയുന്നുണ്ട്. 1761 ഇവിടെ സക്രല ബാവായും ഒക്കെ ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം പിൻഗാമിയായിട്ട് മാർത്തോമ ആറാമനെ വാഴിച്ചതിന് ശേഷം അദ്ദേഹം 1765 നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് കൂടുതലും താമസിച്ചിട്ടുള്ളത് നിരണം പള്ളിയിലാണ്. നിരണം പള്ളിയോട് അദ്ദേഹത്തിന് പ്രത്യേകമായ സ്നേഹവാത്സല്യങ്ങളുണ്ടായിരുന്നു. തെക്കൻ പ്രദേശങ്ങളിലെ പള്ളികളിലൊക്കെ അദ്ദേഹത്തിന് വളരെ ആദരവുള്ളതായ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ജനസമൂഹത്തോടൊപ്പം അദ്ദേഹം നിലനിന്നു. നിരണം പള്ളിയിൽ അദ്ദേഹം കാലം ചെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഈ നിരണം ഗ്രന്ഥവരിയിൽ മിശിഹ കാലത്ത് മാർത്തോമ ഇവിടെ വന്നു. അദ്ദേഹം കൊച്ചിയിൽ പാർത്തിരിക്കുമ്പോൾ അഞ്ചാം മാർത്തോമ ഇന്തോനേഷ്യയിലേക്ക് നാട് കടത്താനായിരുന്നു ഇവരുടെ തീരുമാനമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അദ്ദേഹം 19 സംവത്സരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. നിരണത്ത് വന്ന് താമസിക്കുന്നു. അവിടെ നിര്യാതനായി അവിടെ ഖബറടക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇസഡം പാറേട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നത്, നട്ടലുള്ള ഒരു മെത്രാപ്പൊലീത്ത, കരളർ ഉറപ്പുള്ളതായ ഒരു മെത്രാപ്പൊലീത്ത, ജനങ്ങളോടൊപ്പം ജീവിച്ചതിനായ മെത്രാപ്പൊലീത്ത, 1725 മുതൽ 40ഓളം വർഷം മലങ്കര സഭയെ നയിച്ച മെത്രാപ്പൊലീത്ത. തൻ്റെ കൈകളിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. വേദവിപരീതങ്ങളോട് അദ്ദേഹത്തിന് പോരാടേണ്ടി വന്നു. നസ്തോറിയരോടും റോമൻ സഭാ വിശ്വാസത്തിൽ പോയിരുന്ന ആളുകളോടുമൊക്കെ അദ്ദേഹത്തിന് പോരാട്ടം ഉണ്ടായിരുന്നു. ആ പോരാട്ടങ്ങളിൽ നിന്ന് അതേ സമയത്ത് തന്നെ ആധിപത്യം സ്ഥാപിക്കാൻ വന്ന അന്ത്യോക്യൻ പിതാക്കന്മാരോടും അദ്ദേഹം എതിർത്തു നിന്നു. അവരുടെ ആധിപത്യത്തിന് വിധേയപ്പെടുവാൻ അദ്ദേഹം തയ്യാറായില്ല. അവരിവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവരിൽ നിന്ന് രണ്ടാമത് പട്ടമേൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെ അനന്തരവന് തന്നെ കൈമാറിയിട്ട് കടമറ്റം പള്ളിയിൽ അനന്തരവനെ കൊണ്ട് ആദ്യ കുർബാന ചൊല്ലിച്ച് അത് കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഭാഗ്യവാനായ ആ പിതാവിൻ്റെ ഓർമ്മ അനുഗ്രഹകരമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന നിരണം പള്ളി അനുഗ്രഹിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന മലങ്കര സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന ഇന്നും എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.